ഗൾഫിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഇരുന്ന് ചോര നീരാക്കി അധ്വാനിക്കുന്ന പണം നാട്ടിലേക്ക് അയക്കുമ്പോൾ എവിടെ നിക്ഷേപിക്കണം എന്ന ആശങ്ക പലർക്കുമുണ്ട്. വിദേശ കറൻസിക്കെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് കണ്ട് പലരും പേടിക്കാറുമുണ്ട്. ഇത് ശരിക്കും പ്രവാസികൾക്കൊരു നഷ്ടമാണോ അതോ വലിയൊരു അവസരമാണോ? നാട്ടിലെ ഓഹരി വിപണിയിൽ എപ്പോൾ പണം ഇറക്കണമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ലളിതമായ ചില വഴികളുണ്ട്. ടെലിവിഷൻ വാർത്തകളിലെ തലക്കെട്ടുകൾ കണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. അനാവശ്യമായ കോളുകളിൽ വീണു പോകാതെ സ്വന്തമായി കാര്യങ്ങൾ പഠിച്ച് നിക്ഷേപിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഈ വിഷയത്തിൽ ഫിനാൻഷ്യൽ എക്സ്പെർട്ട് റജി തോമസ് സംസാരിക്കുന്നു. ഈ ചോദ്യം ഒരു നല്ല ചോദ്യമാണ്. വെൻ ഷുഡ് ആൻ NRI എൻറ്റർ ദ മാർക്കറ്റ്സ്? ആ ടൈമിങ്ങിന്റെ കാര്യമാണ് ക്രിസ്റ്റീന ചോദിച്ചിട്ടുള്ളത്. ഒരു NRI മാർക്കറ്റിൽ എൻറ്റർ ചെയ്യുന്നതിന്റെ പല കാരണങ്ങൾ നമ്മളത് അനലൈസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് വേണം ഈ ടൈമിംഗ് നമുക്ക് ശരിയാക്കാൻ. ഒന്നാമത്, ഇത് ലോങ് ടേം ഗോൾ, നമ്മുടെ ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ലോങ് ടേം ഗോൾ എന്താണ്? ഇസ് ഇറ്റ് ഫോർ എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, അല്ല ഇന്ത്യയിലുള്ള ആ സ്ട്രക്ചറൽ എക്കണോമിക് ഡെവലപ്മെന്റ് അടിസ്ഥാനമായിട്ട് വെച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ദെൻ ദ ടൈമിംഗ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ആ ടൈമിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന്, ഒരു മാർക്കറ്റ് കറക്ഷൻ നടക്കുന്ന സമയത്ത്. രണ്ടാമത്, ഈ റുപ്പി വേഴ്സസ് ദ US ഡോളർ, ഈ റുപ്പി ഡിപ്രീസിയേഷൻ വലുതായിട്ട് നടക്കുന്ന ആ സമയത്ത് വേണം NRIയുടെ ആ ടൈമിംഗ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ടൈമിംഗ് പ്രയോജനപ്പെടുത്തേണ്ടത്. എന്താണെന്ന് വെച്ചാൽ യു ആർ ഏബിൾ ടു ഗെറ്റ് മോർ ബക്ക് ഫോർ ദ ബാങ്ക്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ മോർ ബക്ക് ഫോർ ദ ബാങ്ക്. സോ യു ആർ ഏബിൾ ടു ഹാവ് മോർ വൈഡർ പർച്ചേസിംഗ് പവർ ഫോർ ദ ഫോറിൻ കറൻസി ദാറ്റ് യു റെമിറ്റ്. ആൻഡ് തേർഡ്, ഒരു ലോങ്ങർ ടേം അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ദെൻ ദി SIP ഈസ് ദ ബെസ്റ്റ് മോഡൽ. നീണ്ടകാല ഒരു ലോങ് ടേം പ്രോസസ്സായിട്ട് ഒരു SIP ഇൻവെസ്റ്റ്മെന്റ് തുടർച്ചയായിട്ട് ഒരു പർട്ടിക്കുലർ ഗോൾ, അത് എഡ്യൂക്കേഷൻ ആയിരിക്കാം, റിട്ടയർമെന്റ് ആയിരിക്കാം, അങ്ങനെ പലതും എല്ലാം ഉണ്ടെങ്കിൽ ദെൻ SIP ബിക്കംസ് ദ മോസ്റ്റ് വാലിഡ് ടൈമിംഗ് ഓഫ് എൻട്രി. അപ്പോൾ അത് ടൈമിങ്ങിനകത്തില്ല, സസ്റ്റൈൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആകും ആൻഡ് ഇറ്റ് ബിക്കംസ് ലോങ് ടേം. സോ ആ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ അനുസരിച്ചാണ് ഈ വെൻ ഇസ് ദ ബെസ്റ്റ് ടൈം ഫോർ ഇൻവെസ്റ്റിംഗ് എന്നുള്ളത് ഉത്തരവായിട്ട് നമ്മൾ നോക്കേണ്ടത്. US ഡോളറിനും UAE ദീർഘത്തിനുമെതിരെ രൂപയുടെ മൂല്യം കുറയുമ്പോൾ പ്രവാസികൾക്ക് ഇത് കൂടുതൽ നേട്ടമാണ്. കാരണം വിദേശത്ത് നിന്ന് നിങ്ങൾ അയക്കുന്ന പണത്തിന് നാട്ടിൽ കൂടുതൽ രൂപ ലഭിക്കും. എന്നാൽ പണം വെറുതെ NRI അക്കൗണ്ടിലെ സ്ഥിര നിക്ഷേപങ്ങളിൽ മാത്രം ഇട്ടുവയ്ക്കുന്നത് വലിയ ബുദ്ധിയല്ല. NRI അക്കൗണ്ടിലെ പലിശയ്ക്ക് നികുതി ഇല്ല എന്നത് സത്യമാണ്. എങ്കിലും ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ വിലക്കയറ്റത്തെ മറികടക്കാൻ ആ പലിശ മാത്രം തികയില്ല. ഇന്ത്യൻ ഓഹരി വിപണിയിലോ മികച്ച മ്യൂച്വൽ ഫണ്ടുകളിലോ പണം നിക്ഷേപിച്ചാൽ ഇതിലും വലിയ ലാഭമുണ്ടാക്കാം. രൂപയുടെ മൂല്യം ഇടിയുന്ന സമയത്ത് കൂടുതൽ പണം നാട്ടിലേക്ക് അയച്ച് ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് ദീർഘകാലത്തേക്ക് വലിയൊരു അവസരമാണ്. നമുക്ക് റിസാറിന്റെ വീഡിയോ കാണാം. ഇത് ഒരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റുപ്പി ഡിപ്രീഷിയേറ്റ് ആവുന്നത് ഒരു NRI ഇൻവെസ്റ്ററിന് ബെനിഫിറ്റ് ആണോ അല്ല അതിനുള്ള ത്രെറ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പൊതുവെ ഇൻഫ്ലോസ്, അതായത് ഇന്ത്യക്കകത്തോട്ട് നമ്മളൊരു മുതലീട് ചെയ്യുവാണോ, ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ വെൻ ദ റുപ്പി ഡിപ്രീഷിയേറ്റ്സ്. ബിക്കോസ് ആ ഫോറിൻ കറൻസി ഇന്ത്യൻ രൂപയിൽ വാങ്ങിക്കുന്ന ആ അസറ്റിന്റെ വാല്യൂ നമുക്ക് അത്രയും കൂടെ കൂടുതൽ, വിത്ത് ലെസർ ഫോറിൻ കറൻസി യു വിൽ ബി ഏബിൾ ടു ബൈ ലാർജർ ഓർ ബിഗർ അസറ്റ്സ് ഇൻ ഇന്ത്യ വെൻ ദ റുപ്പി ഡിപ്രീഷിയേറ്റ്സ്. പക്ഷേ ഈ ഡിപ്രീസിയേഷൻ ഓഫ് ദ കറൻസി എന്നുള്ളത് ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡാണ്. ഇതേ ഒരു അസറ്റ് നമ്മൾ വിറ്റ് ഇത് റിപ്പാട്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ദെൻ trying to repatriate profits made here will actually yield a lower return in dollar denominated assets. So അങ്ങനെയുള്ളപ്പോൾ നമ്മളിവിടെ ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാൻ ഇത് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു തുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെസ്റ്റ് ടൈം റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ്. അത് തിരിച്ചു കൊണ്ടുപോകാൻ എനിക്ക് പ്ലാൻ ഇല്ലെങ്കിൽ, ഒരു NRI ഇരുന്നിട്ട് എനിക്കത് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഞാൻ പണി ചെയ്യുന്ന സ്ഥലത്തോ ഇപ്പൊ ജീവിക്കുന്ന ആ നാട്ടിലോ തിരിച്ച് റിപ്പാട്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ദെൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ്. ഇറ്റ് ഈസ് എ ബൂൺ. പക്ഷേ എപ്പോഴേലും നമുക്ക് ഇത് റിപ്പാട്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഓടെ നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ദെൻ ഇറ്റ് ബിക്കംസ് എ ബെയിൻ. ബിക്കോസ് ദെൻ യുവർ ഡോളർ ഡിനോമിനേറ്റഡ് റിട്ടേൺസ് വളരെ കുറവായിട്ട് വരും when the rupee begins to depreciate against the dollar. മാർക്കറ്റ് ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിയിരിക്കാൻ പ്രവാസികൾക്ക് സമയം കിട്ടാറില്ല. വിപണിയിൽ വലിയൊരു തകർച്ച ഉണ്ടാകുമ്പോൾ പലരും പേടിച്ച് പണം പിൻവലിക്കാറുണ്ട്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ വിപണിയിലെ തകർച്ചകൾ പലപ്പോഴും താൽക്കാലികം മാത്രമാണ്. മികച്ച കമ്പനികളുടെ ഓഹരികൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണിത്. ഇതിനെയാണ് വലിയ നിക്ഷേപകർ ബൈ ദ ടിപ്പ് എന്ന് വിളിക്കുന്നത്.
വിപണി താഴേക്ക് പോകുമ്പോൾ പരിഭ്രാന്തരാകാതെ നല്ല ഫണ്ടുകളിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക. ഗ്രാഫുകളും ചാർട്ടുകളും സൂക്ഷ്മമായി നോക്കിയാൽ വിപണി എപ്പോഴാണ് തിരിച്ചു കയറുന്നതെന്ന് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ, പർട്ടിക്കുലർലി ഇന്ത്യൻ മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത് പാനിക്കായിട്ട് റീഡ് ചെയ്യണോ, അല്ലാതെ ഇത് എങ്ങനെയാണ് റീഡ് ചെയ്യണ്ടേ? ഹൗ ഡു ഐ റീഡ് എ മാർക്കറ്റ് ക്രാഷ് വെൻ ഐ എം ഇൻവെസ്റ്റിംഗ് ഫ്രം അബ്രോഡ്? ഇതാണ് നമുക്ക് പലപ്പോഴും ഈ ഒരു NRI ഇൻവെസ്റ്ററിന് ചോദ്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ദ ഫസ്റ്റ് തിങ് ഇസ് ഇതിന് പാനിക് സെല്ലിംഗ് അവോയ്ഡ് ചെയ്യണം. ദിസ് ഇസ് ദ ഫസ്റ്റ് റെമഡി ഓർ ഹൗ ടു റീഡ് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുമ്പോൾ പാനിക് സെല്ലിംഗ് അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് ഈ ഡൗൺ ടേൺ അല്ല ഈ ക്രാഷിന്റെ കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കും. അത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണോ, സ്ട്രക്ചറൽ മാർക്കറ്റിന്റെ ഏതെങ്കിലും ഒരു പ്രശ്നമാണോ, കുഡ് ബി എ സ്കാം, കുഡ് ബി സംതിങ് ലാർജർ സ്ട്രക്ചറൽ ഫെയിലിയർ ആണോ, എക്കണോമിക് ഡൗൺ ടേൺ ആണോ, ഏതൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ട് വേണം ഈ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കാനായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത്. സോ ദ ഫസ്റ്റ് തിങ് അവോയ്ഡ് പാനിക് സെല്ലിംഗ്. രണ്ടാമത് നമ്മൾ നോക്കിയിട്ട് ആ റീസൺ ഫോർ ദി ഡൗൺ ടേൺ. തേർഡ്, അത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാരണം ഈ മാർക്കറ്റ് ക്രാഷ് എന്നുണ്ടായെങ്കിൽ then you should remember that markets across the world, ലോകത്തിലുള്ള എല്ലാ മാർക്കറ്റും ഇതുപോലെ ഒരു ചരിവിനെ സന്ധിക്കാനായിട്ടുള്ള ഒരു സാധ്യതകളുണ്ട്. സോ there is no point trying to take that money out because you try to നമുക്ക് കൂടുതലായിട്ട് നഷ്ടങ്ങളെ അക്രൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ നാലാമത് ഇത് എങ്ങനെ റീഡ് ചെയ്യണ്ടേ? ഓൾവേസ് ലുക്ക് ഇഫ് ഗുഡ് ക്വാളിറ്റി സ്റ്റോക്സ് ഓർ വാല്യൂബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഈ മാർക്കറ്റ് ക്രാഷ്, ഇതുപോലത്തെ ഒരു ഡൗൺ ടേൺ നമ്മൾ പുറത്തൊക്കെ ഇരിക്കുമ്പോൾ അതാണ് നമ്മൾ ഏറ്റവും വലുതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെസൺ ബിക്കോസ് നോ മാർക്കറ്റ് ക്രാഷ് ഇസ് പെർമനന്റ്. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ഒരു മാർക്കറ്റ് ക്രാഷും പെർമനന്റ് ആയിട്ട് നിരന്തരമായിട്ട് അങ്ങനെ തന്നെ മാർക്കറ്റ് ക്രാഷ് ചെയ്ത് അങ്ങനെ അങ്ങ് കിടക്കാനായിട്ട് പോകുന്നില്ല. ബട്ട് മാർക്കറ്റ് ക്രാഷസ് ഓൾവേസ് വളരെ ഷാർപ്പായിട്ടുള്ള റീബൗണ്ട്സ് ആണ് അതിന്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് നടക്കാനായിട്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് ക്രാഷ് യൂസ് ചെയ്യുന്നത് വാല്യൂബിൾ ആയിട്ടുള്ള സ്റ്റോക്സ്, ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്സ്, ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ്, അതുപോലെ ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനീസ്, എക്സ്പാൻഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നടത്തുന്നുള്ള കമ്പനീസ്, ഇതുപോലെ നല്ല റിസൾട്ട് ഡെലിവറി ചെയ്തിട്ടുള്ള കമ്പനീസ്, പ്രോസ്പെക്ട് ഓഫ് ഗ്രോത്ത് ഇൻ ടു ദ ഫ്യൂച്ചർ ഉള്ള കമ്പനീസിൽ ഈ മാർക്കറ്റ് ക്രാഷ് വരുമ്പോൾ ഓൾവേസ് ലോവർ പ്രൈസിൽ കിട്ടുന്ന ഈ ഹൈ വാല്യൂ സ്റ്റോക്സിന് നമ്മൾ സ്ലോ ആയിട്ട് വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം കാണാൻ. സോ മാർക്കറ്റ് ക്രാഷ് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ്, അവോയ്ഡ് പാനിക് സെല്ലിംഗ്. വാട്ട് എവർ ഹാപ്പൻസ്, അവോയ്ഡ് പാനിക് സെല്ലിംഗ്. സെക്കൻഡ്, അനലൈസ് ദ റീസൺ. ഈ ഡൗൺ ടേണിന്റെ റീസൺ എന്താണ്, കാരണങ്ങൾ എന്താണ്? ജിയോ പൊളിറ്റിക്കൽ ആണോ, സ്ട്രക്ചറൽ പ്രോബ്ലം ആണോ, എക്കണോമിക് ഡൗൺ ടേൺ ആണോ, ഏതാണ് കാരണം? മൂന്നാമത്, അത് കാരണം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വാല്യൂബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് അറ്റ് ലോ പ്രൈസസ് കിട്ടുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ബിക്കംസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ അസ് ടു ബൈ. അങ്ങനെ വേണം ഒരു മാർക്കറ്റ് ക്രാഷ് പുറത്തുനിന്ന് നമ്മൾ റീഡ് ചെയ്യാനായിട്ട്. പ്രവാസികൾ എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വലിയൊരു തുക ഒറ്റയടിക്ക് നിക്ഷേപിക്കണമോ അതോ മാസാമാസം നിക്ഷേപിക്കണമോ എന്നത്. വലിയൊരു തുക കയ്യിലുണ്ടെങ്കിൽ അത് മുഴുവനായി ഒറ്റയടിക്ക് വിപണിയിൽ ഇറക്കുന്നത് ചിലപ്പോൾ നഷ്ടം വരുത്താം. വിപണി ഏറ്റവും ഉയർന്ന നിരക്കിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ വലിയ തുക നിക്ഷേപിക്കുന്നതെങ്കിൽ പിന്നീട് വിപണി ഇടിയുമ്പോൾ അത് വലിയ നഷ്ടം തോന്നും. അതുകൊണ്ട് മാസാമാസം ചെറിയ തുകകൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട് SIP രീതിയാണ് ഏറ്റവും സുരക്ഷിതം. ഇത് വിപണിയിലെ കയറ്റിറക്കങ്ങളെ കൃത്യമായി നേരിടാൻ സഹായിക്കും. വിപണി തകരുമ്പോൾ നിങ്ങളുടെ പണത്തിന് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കും. വിപണി ഉയരുമ്പോൾ നല്ല ലാഭവും കിട്ടുന്നു. ഇക്കാര്യം റജി തോമസ് സാർ വിശദീകരിക്കുന്നു. വീഡിയോയിലേക്ക്. ക്രിസ്റ്റീന, ഈ ചോദിച്ച ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. SIP ആണോ ബെറ്റർ, ലംസം ആണോ ബെറ്റർ? ചാർട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ എന്തുവാ ഇതിന്റെ ഒരു ആൻസർ ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് എന്റെ മെമ്മറി റൈറ്റ് ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ഇൻഡെക്സ് ഫോർ ഈക്വിറ്റി ഫണ്ട്സ് എന്ന് പറഞ്ഞ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്കുണ്ട്. അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഓപ്റ്റിമൽ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നൈദർ ലംസം നോർ SIP മോഡ് ദാറ്റ് ഗിവ്സ് എ ഹയർ റിട്ടേൺ സസ്റ്റെയിൻഡ് ഫാക്ടറായിട്ട് നമുക്കത് സസ്റ്റെയിൻ ചെയ്ത് പറയാൻ പറ്റത്തില്ല. സോ ഇത് രണ്ടിലുമുള്ള കമ്പാരിസൺ എന്താണ്, ഇത് രണ്ടുമുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ലംസം മോഡൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഏത് തരത്തിലുള്ള മാർക്കറ്റിലാണ്? പോസിബിളി ഇൻ എ സസ്റ്റെയിൻഡ് ബുൾ മാർക്കറ്റ്, വിച്ച് മീൻസ് തുടർച്ചയായിട്ട് മാർക്കറ്റ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സീസണിലാണെങ്കിൽ ഒരു ലംസം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് സാധിക്കും.
ഒരു വോളറ്റൈൽ മാർക്കറ്റാണ് നമുക്ക് മുമ്പേ കിടക്കുന്ന അടുത്ത ഒരു 1-2 വർഷം 3 വർഷം നമുക്ക് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സീസണാണ് നമുക്ക് കിട്ടുവാണ് എന്നുള്ളതെങ്കിൽ then SIPs become a better investment mode. അതേപോലെ ഡൗൺ ടേണിലും ഓർ ഇൻ എ കറക്റ്റീവ് മോഡ് അപ്പോഴും SIP ആയിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡൽ. ബിക്കോസ് ആസ് ദ മാർക്കറ്റ്സ് ഫോൾ നമ്മൾ SIP മോഡൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രൂപയ്ക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ദ റിസ്ക് ഇസ് ഡൈവേഴ്സിഫൈഡ്. ആൻഡ് സെക്കൻഡ്ലി നമ്മുടെ മൊത്ത ക്യാപിറ്റലും ഒരേ സമയത്ത് ആ റിസ്കിലോട്ട് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല. ലംസം ഫാളിംഗ് മാർക്കറ്റിൽ നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ടോട്ടലായിട്ട് ഫുള്ളി എക്സ്പോസ്ഡ് ടു ദ ടോട്ടൽ റിസ്ക് ദ മാർക്കറ്റ് ഓഫേഴ്സ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ലംസം ഇസ് ഗുഡ് ഇൻ എ സസ്റ്റൈൻഡ് ബുൾ മാർക്കറ്റ്. തുടർച്ചയായിട്ട് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ലംസം വർക്ക്സ് ബെസ്റ്റ്. ബിക്കോസ് നമ്മുടെ ഫുൾ ക്യാപിറ്റലും ആ ഫുൾ ബുൾ റൺ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ആ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടും. അൺലൈക്ക് എൻ SIP വിച്ച് ഇസ് സ്റ്റാഗേർഡ് ഓവർ ടൈം. സോ മാർക്കറ്റ് അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മോഡ് ചൂസ് ചെയ്യാനായിട്ട്. രണ്ടാമത് ഇതൊക്കെ ഈ ടൈം ചെയ്യാനുള്ള പ്രയാസം പല NRIs പല പുറത്തുള്ളവർക്ക് കാണുമായിരിക്കും. ബിക്കോസ് അവർക്ക് പല പണികളുണ്ട്, ഈ മാർക്കറ്റൊക്കെ ഫോളോ ചെയ്യാനുള്ള പ്രയാസങ്ങൾ കാണും. അങ്ങനെയാണെങ്കിൽ then a sustained SIP investment becomes a better option. ജോലി തിരക്കുള്ള ഗൾഫ് പ്രവാസികൾ നിങ്ങളുടെ മാസശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക മാറ്റിവെച്ച് ലളിതമായ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. നിങ്ങളുടെ പണത്തിന്റെ വലിയൊരു പങ്ക് മികച്ച ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാറ്റുക. ബാക്കി ഭാഗം സുരക്ഷിതമായ NRI സ്ഥിര നിക്ഷേപങ്ങളിലോ റിസർവ് ബാങ്ക് അംഗീകരിച്ച ഡിജിറ്റൽ ഗോൾഡ് പദ്ധതികളിലോ സൂക്ഷിക്കാം. ഇപ്പോൾ ചോദിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ബിൽഡിംഗ് എ പോർട്ട്ഫോളിയോ ആൻഡ് ലെറ്റിംഗ് ഇറ്റ് റൺ. അതാണ് ആ സമ്മറി, ആ ക്വസ്റ്റ്യന്റെ സമ്മറി ഇതാണ്. നമ്മൾ ഗൾഫില് ഇല്ല പുറത്തുനിന്നുള്ള ഏർണിങ്സ് കൊണ്ട് നമുക്കൊരു പോർട്ട്ഫോളിയോ റിമോട്ടായിട്ട് ഇന്ത്യയിൽ ബിൽഡ് ചെയ്ത് അത് ഓട്ടോ പൈലറ്റിൽ അങ്ങ് വിടണം. അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉള്ളവർക്ക് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഈ പോർട്ട്ഫോളിയോ എങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അറ്റ് ദ കോർ ഓഫ് ദ പോർട്ട്ഫോളിയോ നമുക്ക് ആവശ്യമുള്ളത് ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. ഇൻഡെക്സ് ഫണ്ട്സ് ഫോളോഡ് ബൈ ഡൈവേഴ്സിഫൈഡ് ഈക്വിറ്റി ഫണ്ട്സ്. ഇതില് നമുക്ക് ഈ ഓവറോൾ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ നമുക്ക് ഒരു 100% ഒരു 60 to 65 to 70% ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് യു ഗോ ഇൻ ടു ഇൻഡെക്സ് ഫണ്ട്സ് ആൻഡ് അതിലൊരു 30 to 40%, അടുത്ത ഒരു 20 to 30% നമ്മൾ we look at diversified equity funds or large cap funds or mixed multi cap funds. എങ്ങനെയാണെന്ന് വെച്ചാൽ that combination is workable. At least 10% നമുക്ക് ബാക്കിയുള്ളത് ഒരു ഡെറ്റ് ഫണ്ട് എന്നുള്ള മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ കോർ. ബാക്കി ഒരു 20%, സോ ഓൾമോസ്റ്റ് 80% നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് 20% ഇത് SIP മോഡലാകും. യു ക്യാൻ സസ്റ്റെയിൻ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. മൾട്ടിപ്പിൾ SIPs തുടങ്ങാവുന്ന സാധ്യതകളുണ്ട്. സോ ഓൾ ഓഫ് ദാറ്റ് ഇസ് പോസിബിൾ. നമ്മുടെ ഏർണിംഗ്സ് കൂടുന്തോറും മോർ SIPs ഓർ മോർ ഫണ്ട്സ് ഓഫ് ദ സെയിം കൈൻഡ് ബട്ട് മോർ SIPs അങ്ങനെ ചൂസ് ചെയ്ത് നമുക്ക് പോകാം. ബാക്കിയുള്ള ഒരു 20% or 25% ഡയറക്റ്റ് ഈക്വിറ്റി ഇത് ട്രൈ ചെയ്യാവുന്ന ഒരു പോസിബിലിറ്റിയാണ്. എസ്പെഷ്യലി സിൻസ് ഇന്ത്യ ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് ഇപ്പോഴും കൂടെ ആ റേറ്റിംഗ് നമുക്ക് ഉള്ളതുകൊണ്ട് സോ വി ആർ ലൈക്ലി ടു ബിക്കം ഒരു 5 trillion എക്കോണമി ആയിട്ട് നമുക്ക് മാറാനുള്ള സാധ്യത ബൈ 2029, 2030 ലുക്സ് വെരി ബ്രൈറ്റ്. ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും അറിഞ്ഞ ഒരു സത്യമാണ്. സോ അങ്ങനെ ഒരു വളർച്ച വരുമ്പോൾ ഇറ്റ് ഇസ് ഓൾവേസ് ഗുഡ് to have a small portfolio of very good stocks. അത് ഫ്രണ്ട് ലൈൻ സ്റ്റോക്സ് ആയിട്ട് ആകാം. ചിലപ്പം ഈ വാട്ട് കൈൻഡ് ഓഫ് സെക്ടേഴ്സ് എന്നങ്ങനെ പലരും ചോദിക്കും. സോ എഞ്ചിനീയറിംഗ്, മേക്ക് ഇൻ ഇന്ത്യ പ്ലാൻ, അതേപോലെ ഡിഫൻസ്, എയറോസ്പേസ്, കെമിക്കൽസ്, അതേ സമയത്തിൽ ഫാർമ, ഇങ്ങനെ ഒരു മിക്സ്ഡ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ, ഓട്ടോ, ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽസ്, ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഈ സ്റ്റോക്സ് ഔട്ട് ഓഫ് ദി 6,000 സ്റ്റോക്സ് ഓൺ ദി ഇന്ത്യൻ മാർക്കറ്റ്, ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഈ സ്റ്റോക്സ് നമുക്കൊരു ചെറിയ പോർട്ട്ഫോളിയോ ആയിട്ട് ഉണ്ടാക്കിയാൽ ഡൈവേഴ്സിഫൈഡ്, അഗൈൻ കോൺസെൻട്രേറ്റഡ് അല്ല, ഒരു പർട്ടിക്കുലർ സെക്ടറിലല്ല, ബട്ട് ഡൈവേഴ്സിഫൈഡ് അക്രോസ് അറ്റ്ലീസ്റ്റ് 4 or 5 സെക്ടേഴ്സ്, ഒരു കോർ പോർട്ട്ഫോളിയോ ഓഫ് ഡയറക്ട് സ്റ്റോക്സ് നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ബിക്കംസ് എൻ ഓട്ടോ പൈലറ്റ് മോഡ് ഫോർ അവർ ഏർണിംഗ്സ്. സോ നമ്മൾ പുറത്തുനിന്ന് ഇത് ഡെയിലി മോണിറ്റർ ചെയ്യാനുള്ള ഒരു ആവശ്യമൊന്നും നമുക്ക് വരാൻ പോകുന്നില്ല. കറക്ഷൻ വരുമ്പോൾ കൂടുതലായിട്ട് വാങ്ങിക്കുക. നമ്മൾ വാങ്ങിച്ച കമ്പനി സൗണ്ട് ആയിട്ടിരിക്കണം, ഫസ്റ്റ് ചോയ്സ് എടുക്കുന്നത് സ്ട്രോങ് ആയിട്ടിരിക്കണം. ബാക്കിയുള്ള ഇൻഡെക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് വി ട്രസ്റ്റ് ദ മാനേജർ ഫോർ ദെയർ മാനേജ്മെന്റ് കേപ്പബിലിറ്റി. സോ 70% റിസ്ക് അവരെ ഹാൻഡിൽ ചെയ്തോളും. ബാക്കിയുള്ള 30% ആണ് നമ്മൾ ഈ സ്റ്റോക്സ്, 20 or 30% ആണ് നമ്മുടെ ഈ ഡയറക്ട് സ്റ്റോക്ക് ചോയ്സിൽ വരുന്നത്. അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസർ വഴി നമ്മൾ ആ സ്റ്റോക്സിന്റെ അനാലിസിസ് മുഴുവൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
I think a portfolio of about 10 to 15 stocks extremely well പെർഫോം ചെയ്യാനുള്ള ആദ്യമുള്ള സാധ്യത അടുത്ത ഒരു 4-5 വർഷത്തേക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ആൻഡ് നോ മാറ്റർ വാട്ട് ഡൗൺ ടേൺ കംസ്, റിമോട്ട് മാനേജ്മെന്റ് ഓഫ് എ പോർട്ട്ഫോളിയോ ലൈക്ക് ദിസ് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ആവും. 2026 നിയമങ്ങൾ പ്രകാരം പ്രവാസികൾക്ക് ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിക്കാൻ വലിയ ഇളവുകൾ ലഭ്യമാണ്. കറൻസി നിരക്കുകളും ക്രൂഡ് ഓയിൽ വിലയും മാറുമ്പോൾ വിപണിയിൽ ചെറിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് എല്ലാ മാസവും കൃത്യമായി പോകുന്ന തരത്തിൽ ഒരു SIP അക്കൗണ്ട് തുടങ്ങി വെക്കാൻ ശ്രമിക്കുക. 2026 ഔട്ട്ലുക്ക് ആണ് ക്രിസ്റ്റീന ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇറ്റ് മീൻസ് ഫോർ ദ മണി സെന്റ് ഹോം, particularly with respect to gold, oil and stuff like that, and the rupee. So അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി 2026 ഒരു 6 മാസം കാലണ്ടർ ഇയർ 6 മാസം ഏകദേശം തികഞ്ഞ് തീർക്കാറായി. സോ ഈ സമയത്ത് നമുക്ക് ഏറ്റവും വോളറ്റൈലായിട്ട് ഉള്ള 2 കാര്യങ്ങളാണ് നമുക്ക് ഈ പീരീഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒന്ന് ഗോൾഡ്, വിച്ച് ഇസ് എക്സ്ട്രീംലി വോളറ്റൈൽ, ആൻഡ് രണ്ടാമത് ക്രൂഡ് ഓയിൽ. അഗെയിൻ വളരെ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കമോഡിറ്റി ആയിട്ട് മാറിയായിരുന്നു. particularly because of the war, Persian Gulf നടന്ന Iran US disturbances and all that impacted crude in a big way. $115-117 ഒരു ബാരൽ ഒരിക്കും ആ പ്രൈസ് പോകുന്നത് നമ്മൾ കണ്ടു. പിന്നെ റീസെന്റ് ആയിട്ട് ഓൾമോസ്റ്റ് ബിലോ $70 ആ ഒരു ഇറക്കം സന്ധിച്ചിരിക്കുന്ന ആ പ്രൈസിനെ നമ്മൾ കാണാൻ പറ്റി. സോ ദാറ്റ്സ് ബീൻ എ ഹ്യൂജ് മൂവ്. ഇതായിരുന്നു പ്രീ വാർ പ്രൈസിങ്. ഓൾമോസ്റ്റ് $60-65-68 ആയിരുന്നു പ്രീ വാർ പ്രൈസിങ്. 119 വരെ പോയി. പിന്നെയും came back now to about $68 or $69, which I think is back. So extremely volatile. 100% moves on both sides. മേളിലോട്ടും കിട്ടി, അത് ഡബിളായി. ആ ഡബിൾ ചെയ്ത ക്രൂഡ് പ്രൈസ് പഴയ പോലെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഒന്ന് തീരാറായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടു. സോ ഇറ്റ് ഇസ് ബീൻ എക്സ്ട്രീംലി വോളറ്റൈൽ. ക്രൂഡ് ഗോയിങ് ഫോർവേഡ് ഇനിയും ഇതുപോലത്തെ ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ലെങ്കിൽ I think the possibility and outlook for crude remains by and large stable. In fact, ജാനുവരിയിലെ ഇന്റർനാഷണൽ എനർജി ഏജൻസി വെളിയിട്ട ആ റിപ്പോർട്ടിൽ നിങ്ങൾ വായിച്ചു നോക്കുവാണെങ്കിൽ, പഠിച്ചു നോക്കുവാണെങ്കിൽ, അവർ ആവറേജ് പ്രൈസ് ഫോർ 2026 എന്ന് മെൻഷൻ ചെയ്തത് $55 ആയിരുന്നു. $55 ഫോർ ദ ഇയർ. ദാറ്റ് ഹാസ് ബീൻ റേസ് ടു അബൌട്ട് $80-85. ഇപ്പോൾ പിന്നെ അത് റിവൈസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം നടക്കുന്നുണ്ട്. സോ ക്രൂഡ് വിൽ റിമെയിൻ വോളറ്റൈൽ. രണ്ടാമത് ഗോൾഡ് അഗൈൻ ഹാസ് ബീൻ വോളറ്റൈൽ. ഓൾമോസ്റ്റ് ഒരു $5,000 ഒരു ഔൺസ് ആയിരിക്കും പോകാനായിട്ടുള്ള സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെയും $4,000 ഒരു ഔൺസ് എന്ന ഒരു ലെവൽ ഇവിടെ കുറയാൻ സാധ്യതയും നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടു. ഈ വാർ കഴിഞ്ഞ ഉടനെ ഓൾമോസ്റ്റ് $3,960 ഒക്കെ പോയത് നമ്മൾ കണ്ടു. സോ ദർ അഗൈൻ എക്സ്ട്രീംലി ഒരു 50% മൂവ് ഓൺ ഐദർ സൈഡ് നമുക്ക് ഓൾമോസ്റ്റ് കാണാൻ പറ്റിയത് കണ്ടു. ആൻഡ് ഗോൾഡ് വിൽ കണ്ടിന്യൂ ടു റിമെയിൻ വോളറ്റൈൽ. എന്താണെന്ന് വെച്ചാൽ ഈ വർഷം പ്രൈമറിലി ബിക്കോസ് ഇനി ഇൻഫ്ലേഷൻ ത്രെറ്റിന്റെ ആ ഇൻഫ്ലേഷൻ ഒക്കെ എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യുന്നത്, will gold become more important as an antidote for inflation? ഇങ്ങനെ പല ചോദ്യങ്ങൾ നമുക്ക് ഉണ്ട്. And therefore gold again continues to remain attractive, at the same time volatile. ഇന്ത്യയിലാണെങ്കിൽ we are unable to sort of import gold because or do direct investment into gold. അവർ ആ ടാക്സസും ആ സെസ്സും ഒക്കെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് റിസ്ട്രിക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 16 or 15% സെസ് ഒക്കെ അതിനകത്ത് വിധിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ഇൻക്ലൂഡിംഗ് ETFs, ഗോൾഡ് വഴി നിങ്ങൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ETF വഴി ചെയ്യണമെങ്കിൽ കൂടെ ഓൾമോസ്റ്റ് പാൻ കാർഡ് റെസ്ട്രിക്ഷൻസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ മോർ ദാൻ 20,000 ഒരു പാൻ കാർഡിന് ചെയ്യാൻ പറ്റാതെ ഉള്ള ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. സോ ദിസ് വിൽ കണ്ടിന്യൂ ടു റിമെയിൻ an area of interest. മൂന്നാമത് ഇന്ത്യൻ റുപ്പി. This is likely to remain volatile and weakening through the year. Almost 96 rupees to a dollar പോയതൊക്കെ നമ്മൾ കണ്ടു. RBIയുടെ പല മൂവ്സ് കണ്ടു. ഇൻഫാക്ട് FCNR ഡെപ്പോസിറ്റ് 7% ആക്കിയതും അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിൽ RBI പങ്കെടുത്തതും ഒക്കെ ആൻഡ് സോർട്ട് ഓഫ് സ്ട്രെങ്തൻ ദ റുപ്പി. ബട്ട് റിമെമ്പർ, ഈ റുപ്പി 94 to 97 ബാൻഡ് വിത്തിൽ തന്നെ കിടക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ഈ വർഷം മുഴുവനായിട്ട് കാണാനായിട്ടിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഗുഡ് ടൈം ഫോർ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ടു ഫ്ലോ ഇൻ ടു ഇന്ത്യ. അപ്പൊ ഇന്ത്യയെ നോക്കി പുറത്തുനിന്നുള്ള ആ മുതലീടുകൾ ഇൻവെസ്റ്റ്മെന്റ്സ് ക്യാൻ ഫ്ലോ ഇൻ ടു ഇന്ത്യ. And that I think remains the outlook. So crude could remain volatile, probably in the $60 to $75 bandwidth, where പുതിയ war ഒക്കെ ഒന്നും തുടങ്ങാതിരുന്നാൽ. Gold remains volatile because of inflationary threat, and rupee likely to remain weak between 94 to 97. So അങ്ങനെ ആകുമ്പോൾ investments towards India look more attractive for an NRI today. So that I think will be the outlook, Christina.
ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ ഭൂരിഭാഗം പ്രവാസികളും വരുത്തിവെക്കുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാമോ? മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ആലോചനയില്ലാതെ വലിയ തുകകൾ പെട്ടെന്ന് നിക്ഷേപിക്കുന്നതാണ് ഒന്നാമത്തെ തെറ്റ്. സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായി NRI അല്ലെങ്കിൽ NRO അക്കൗണ്ടുകളിലേക്ക് മാറ്റാത്തതാണ് മറ്റൊരു നിയമപ്രശ്നം. പ്രവാസിയായി കഴിഞ്ഞാൽ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. പലരും നാട്ടിലെ അക്കൗണ്ടുകൾ മാറ്റാതെ വിപണിയിൽ നിക്ഷേപം നടത്തുകയും പിന്നീട് വലിയ നികുതി ബാധ്യതകളിൽ പെടുകയും ചെയ്യാറുണ്ട്. ഇതിനെക്കുറിച്ച് റെജി തോമസ് സാർ വ്യക്തമാക്കുന്നു. ക്രിസ്റ്റീന ചോദിച്ചത് മിസ്റ്റേക്സ് NRI മേക്ക് വൈൽ ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഞാനത് മിസ്റ്റേക്കായിട്ട് കണക്കാക്കത്തില്ല. ബട്ട് ഐ തിങ്ക് റാദർ ഫാക്ടേഴ്സ് ദാറ്റ് NRIs ടെൻഡ് ടു ഓവർലുക്ക്. അവർ പലപ്പോഴും അത് അറിഞ്ഞോ അറിയാതോ അത് ഓവർലുക്ക് ചെയ്യുന്ന ചില 5 ഫാക്ടേഴ്സ് ആയിട്ട് വേണം ഇത് നമ്മൾ കാണാനായിട്ട്. സോ ഫസ്റ്റ് ഫാക്ടർ അപ്ഡേഷൻ ഓഫ് ബാങ്ക് ആൻഡ് ഡിമാറ്റ് ഡീറ്റെയിൽസ്. സോ ഇതിനകത്ത് നമ്മുടെ അഡ്രസ് ആയിക്കോട്ടെ, ഫോൺ നമ്പർ ആയിക്കോട്ടെ, ഇമെയിൽ ID ആയിക്കോട്ടെ, നോമിനി, പർട്ടിക്കുലർലി നോമിനി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇതെല്ലാം ഈ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആയാലും ശരി, ഡിമാറ്റ് ഡീറ്റെയിൽസ് ആയാലും ശരി, അതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്, ഫാക്ടറാണ്. രണ്ടാമത് ഓവർ കോൺസെൻട്രേഷൻ ഇൻ റിയൽ എസ്റ്റേറ്റ്. സോ പലപ്പോഴും NRIs ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദേ സ്റ്റിക്ക് ടു ഓൺലി വൺ ഇൻവെസ്റ്റ്മെന്റ് മോഡൽ. അത് റിയൽ എസ്റ്റേറ്റ് മാത്രമാണ്. വി ആർ ഓവർലോഡഡ് വിത്ത് റിയൽ എസ്റ്റേറ്റ്. ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്, മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ്, ETF, ബാക്കി എത്രയോ പ്രോപ്പർട്ടി, ഇൻഷുറൻസ്, എത്രയോ ഇൻവെസ്റ്റ്മെന്റ് മോഡൽസ് നമുക്ക് ഉണ്ട്. ബട്ട് വി ഫെയിൽ. അതൊക്കെ ഇഗ്നോർ ചെയ്ത് നമ്മൾ വി സ്റ്റേ ഓൺലി വിത്ത് റിയൽ എസ്റ്റേറ്റ് ഫോർ സം റീസൺ. സോ ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് തരുന്നത് എന്നത് മനസ്സിലാക്കണം. മൂന്നാമത്തത് വി try to avoid or we try to use the influence of wrong advisors. പലപ്പോഴും നമുക്ക് ഈ റോങ് അഡ്വൈസേഴ്സ് തരുന്ന അഡ്വൈസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്രയും റിട്ടേൺ കിട്ടും, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് 60% ഇയർ റിട്ടേൺസ് ഒക്കെ കിട്ടും എന്നൊക്കെ പലതും ഇതുപോലത്തെ റോങ് അഡ്വൈസ് തരാനുള്ള സാധ്യതകളുണ്ട്. പ്ലീസ് സ്റ്റേ വിത്ത് സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ്. നാലാമത് വി ടെൻഡ് ടു ഓവർലുക്ക് കറൻസി ഡിപ്രീസിയേഷൻ. സോ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ US ഡോളർക്ക് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ ആ ഡിപ്രീഷിയേഷൻ വരുമ്പോൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ നോക്കി ഡൈവേർട്ട് ചെയ്യാനുള്ള സമയമാണ് അത് എന്നുള്ളത് മനസ്സിലാക്കണം. പലപ്പോഴും അതിന്റെ ബെനിഫിറ്റ് നമുക്ക് എന്തുമാത്രം അക്രൂ ചെയ്യുന്നുണ്ട്, ഹൗ മച്ച് മോർ അവർ ഇൻവെസ്റ്റ്മെന്റ്സ് ക്യാൻ മാറ്റർ ഇൻ ടേംസ് ഓഫ് റുപ്പി റിട്ടേൺസ് എന്നുള്ളത് ആ ഡിപ്രീസിയേഷന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ പലപ്പോഴും ഓവർലുക്ക് ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഫ്രം നൗ അത് കറക്റ്റ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ്ലി forgetting tax and other regulations that follow. So NRI ആയിട്ടിരിക്കുമ്പോൾ when you invest into India പലപ്പോഴും നമ്മളത് ഓവർലുക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് ടാക്സസ് റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെന്റ്, ടാക്സസ് റിലേറ്റഡ് ടു പ്രോപ്പർട്ടി, ടാക്സസ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ ഡു നോട്ട് forget about the tax regime that prevails. അത് കറന്റ് ആയിട്ട് അറിഞ്ഞ് use a good auditor or the services of a good auditor to ensure that you comply with our tax regulations. So ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. I think ഈ 5 factors if NRIs can overlook ചെയ്യാതെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ I think with the right kind of advice your returns can get a fabulous return.